അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. ബഹുമാനികളെ, പവിത്രമായ ദിനരാത്രങ്ങളിലേക്ക് നമ്മൾ കടന്നു, അഥവാ പരിശുദ്ധമായ റമദാനിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. റമദാനിനെ സംബന്ധിച്ച് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള ഒരു ഹദീത്ത് ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ ഇപ്രകാരം പറയുകയുണ്ടായി: മൻ സ്വാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ആരെങ്കിലും ഈമാനോടുകൂടി, അപ്രകാരം തന്നെ ഇഹ്തിസാബോടുകൂടി, ഈമാൻ എന്ന് പറഞ്ഞാൽ വിശ്വാസം, ഇഹ്തിസാബ് എന്ന് പറഞ്ഞാൽ പ്രതിഫലം ആഗ്രഹിക്കുക, വിശ്വസിച്ചും പ്രതിഫലം ആഗ്രഹിച്ചും റമദാനിൽ ആരെങ്കിലും നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, അവൻ്റെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി കൊടുക്കുന്നതാണ്. പാപങ്ങൾ മാപ്പാക്കപ്പെടുന്നതിന് പണ്ഡിതന്മാർ ഈ ഹദീസിൻ്റെ ചുവടെ 3 ഷർത്തുകളാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, വിശ്വാസമുണ്ടായിരിക്കണം, അള്ളാഹുവിൽ വിശ്വസിക്കുക, അവൻ്റെ പ്രവാചകനിൽ വിശ്വസിക്കുക, ശരിയായ ഒരു മുഅ്മിനായിരിക്കണം, അപ്രകാരം തന്നെ നോമ്പിൻ്റെ ഫർദീയത്തിനെ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരാളായിരിക്കണം. വഹ്തിസാബൻ, പ്രതിഫലം ആഗ്രഹിക്കുന്ന ആളായിരിക്കണം. ഒരു ചലഞ്ചിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലാഭക്ക് വേണ്ടിയിട്ടോ ശാരീരികമായ പുഷ്ടിക്കോ അല്ലെങ്കിൽ ശാരീരികമായ ഒരു എക്സസൈസിനോ അല്ലെങ്കിൽ ആരോഗ്യത്തിനോ വേണ്ടിയല്ല, അല്ലെങ്കിൽ ഡേറ്റിംഗ് എന്ന നിലയിലല്ല, മറിച്ച് ഇഹ്തിസാബൻ, പരലോകത്ത് ശരിയായ പൂർണ്ണമായ പ്രതിഫലത്തെ ആഗ്രഹിച്ച് നോമ്പ് നോക്കുന്നവനായിരിക്കണം. മൂന്നാമത്തത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ നൽകുന്നത് പ്രായശ്ചിത്തമാണ്, പാപമോചനമാണ്. ഈ പാപമോചനം ലഭിക്കണമെങ്കിൽ വൻപാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നുകൂടി പണ്ഡിതന്മാർ നിബന്ധന വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് വൻപാപങ്ങൾ? അള്ളാഹുവിനോട് ശിർക്ക് ചെയ്യുക, സിഹർ ചെയ്യുക, പലിശ ഭക്ഷിക്കുക, യതീമുകളുടെ മുതൽ ഭക്ഷിക്കുക, മാതാപിതാക്കളെ ഉപദ്രവിക്കുക, ഇങ്ങനെ തുടങ്ങിയ വൻപാപങ്ങളായിട്ട് ഹദീസുകളിൽ ധാരാളം പറയപ്പെട്ടിട്ടുണ്ട്. ആ വൻപാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ റമദാനിൻ്റെ നോമ്പ് കൊണ്ട് നമ്മുടെ പാപങ്ങളൊക്കെ മാപ്പാക്കി തരുന്നതാണ്. ഈ പാപങ്ങൾ മാപ്പാക്കുക എന്നുള്ളത് വളരെ നിസ്സാരമായി കാണേണ്ട ഒന്നല്ല. റമദാൻ വരുന്നതോടുകൂടി തന്നെ ഒരു അപകടം കൂടി നമ്മൾ മുന്നിട്ട് കാണേണ്ടതുണ്ട്. അതെന്താണ്? ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സംഭവം ഇപ്രകാരം വിവരിക്കുകയുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഖുതുബയുടെ മിമ്പറിൽ ഒന്നാമത്തെ കാല് വെച്ച് ആമീൻ പറഞ്ഞു, രണ്ടാമത്തെ പടിയിലേക്ക് കയറിയപ്പോഴും ആമീൻ പറഞ്ഞു, മൂന്നാമത്തെ പടിയിൽ കയറിയപ്പോഴും ആമീൻ പറഞ്ഞു. അത്ഭുതകരമായ അപൂർവമായ ഒരു സംഭവം കണ്ടപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, പ്രവാചകരെ, ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു അത്ഭുതമാണ് നമ്മൾ ഇന്ന് കണ്ടത്, എന്താണ് അങ്ങ് ആമീൻ പറഞ്ഞത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വിവരിച്ചു കൊടുക്കുകയുണ്ടായി. ഞാൻ മിമ്പറിൽ കയറി നിന്നപ്പോൾ എൻ്റെ മുമ്പിൽ ജിബ്രീൽ അലൈഹിസ്സലാം പ്രത്യക്ഷപ്പെടുകയും 3 കേടായ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിലൊരു പ്രാർത്ഥന ഇപ്രകാരമാണ്: റമദാൻ മാസം കടന്നു കഴിയുകയും ഒരുവൻ്റെ പാപങ്ങൾ മാപ്പാക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അവൻ നാശമായി പോയിക്കൊള്ളട്ടെ എന്ന്. അപ്പോൾ ആലോചിക്കുക, റമദാൻ നമ്മൾ അൽഹംദുലില്ലാ അനുഗ്രഹീത മാസമായിട്ട് കാണുന്നു. ഈ റമദാനിലൂടെ നമ്മുടെ പാപങ്ങൾ മാപ്പാക്കപ്പെട്ടിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് വലിയൊരു അപകടമായിരിക്കും. അതുകൊണ്ട് ബഹുമാനികളെ, നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ സംസാരം, നമ്മുടെ ചിന്ത, നമ്മുടെ ഓരോ കാര്യങ്ങളും ഈ പരിശുദ്ധമായ റമദാനിൽ പാപങ്ങൾ മോചിപ്പിക്കപ്പെടുവാനുള്ള, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും മഗ്ഫിറത്ത് ലഭിക്കുവാനുള്ള കാര്യങ്ങളായി തീരാൻ വേണ്ടി പ്രത്യേകം നാം ശ്രമിക്കണം. ഈ റമദാൻ കഴിയുന്നതോടുകൂടി പാപങ്ങളൊക്കെ മാപ്പാക്കപ്പെട്ട ഒരു നല്ല മനുഷ്യനായി തീരുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു അത്തരുണത്തിൽ നമ്മെയും നമ്മുടെ കുടുംബസന്തതി പരമ്പരകളെയും ആക്കി തീർക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.